നമസ്കാരം, ഞാൻ ഉണ്ണികൃഷ്ണൻ. ഇന്ന് ഞാൻ നിൽക്കുന്നത് തൃക്കണ്ണാപുരം സെന്റ് മിൽഡ്രസ് UPSന്റെ മുന്നിലാണ്. ഇന്ന് ഇവിടെ വരുവാൻ ഒരു കാരണമുണ്ട്. നമ്മുടെ സ്കൂളിലെ LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ ഒരു ഫുഡ് ഫെസ്റ്റ് ഇന്ന് ഇവിടെ നടക്കുകയാണ്. അപ്പോൾ ആ ഫുഡ് ഫെസ്റ്റിന്റെ വിശദമായിട്ടുള്ള ഭാഗങ്ങൾ കാണാം. 7ാം ക്ലാസിന്റെ ക്ലാസ് റൂമാണ്. ഫുഡ് ഫെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ന് വരെ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ മക്കളോട് തന്നെ ചോദിക്കാം, എന്താണ് ഇവിടെ ചെയ്തിരിക്കുന്നത്? ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസാണ്. ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസാണ്, ജ്യൂസ് ഐറ്റംസ് ആണ്. മിൽക്ക് ഷേക്ക് അല്ലേ, മിൽക്ക് ഷേക്ക്, ക്യാരറ്റ് ജ്യൂസ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വെറൈറ്റി ഐറ്റംസ്. നമ്മളൊരു കൂൾ ബാറിലേക്ക് കയറി കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്നുള്ള രീതിയിലാണ്. ഇത് എന്താണ് മോളെ? ABC ജ്യൂസ്, പിന്നെ കുക്കുംബർ ജ്യൂസ്, പപ്പായ ജ്യൂസ്, പൈനാപ്പിൾ ജ്യൂസ്, നെല്ലിക്ക ജ്യൂസ്. ജ്യൂസ് കൊണ്ടുള്ള ഒരു എന്താണ് പറയാ, ഒരു പ്ലേറ്റിനകത്ത് തന്നെ ജ്യൂസ് കൊണ്ടുള്ള ഒരു മേള ഒരുക്കി വെച്ചിരിക്കുവാണ് ഇവിടെ. മോളെ പേരെന്താണ്? അനാമിക. അനാമികയാണ് ഈ ഒരു പ്ലേറ്റ് നിറച്ച് ജ്യൂസ് കൊണ്ടുവച്ചിരിക്കുന്ന. അടുത്ത ഐറ്റംസ് ഇതല്ലേ? ഇതും അനാമികയുടെ തന്നെയാണ്. അതിന്റെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കും അല്ലേ? ഓക്കെ. ഇതെന്താണ് സംഭവം? വാട്ടർമെലൂൺ ഷേക്ക്. വാട്ടർമെലൂൺ ഷേക്ക് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. ബനാന ഷേക്ക്, അവിൽ മിൽക്ക്. ഓക്കെ, അവിൽ മിൽക്ക്. അടുത്ത ഇതെന്താണ് ഐറ്റം? ചെമ്പരത്തി ജ്യൂസ്. മറ്റേത് ഏതാ? ശംഖുപുഷ്പം. ശംഖുപുഷ്പം ജ്യൂസും ചെമ്പരത്തി ജ്യൂസും വെറൈറ്റി ഐറ്റമാണ് കേട്ടോ. നമ്മളിതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് വെറൈറ്റി ഐറ്റമാണ്. അടുത്ത ഇതെന്താ സംഭവം? കറ്റാർവാഴ. കറ്റാർവാഴ, പുളിഞ്ചി, പിന്നെ എന്താ? അമ്പഴങ്ങ. അതെ, അമ്പഴങ്ങ, കറ്റാർവാഴ, നമ്മളെ ഇരുമ്പൻ പുളി എന്ന് പറയുന്ന പുളിഞ്ചിക്ക, അതിന്റെ ജ്യൂസാണ്. അടുത്ത ഇങ്ങോട്ട് വരുമ്പോ ഇതെന്താ സംഭവം? ബീട്രൂട്ട് ലൈം ജ്യൂസ്, മിൽക്ക് ഷേക്ക്. അടുത്ത ഇങ്ങോട്ട് വരുമ്പോ ഇതെന്താണ് സംഭവം? വാട്ടർമെലൺ ജ്യൂസ്. ഇതും തന്നെയാണല്ലേ? അപ്പൊ രണ്ടുപേരും ഒരു വെറൈറ്റി സംഭവമാണ് ചെയ്തേക്കുന്നത്. അടുത്ത ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കൊക്കനട്ട് ഷേക്ക്, ബീട്രൂട്ട് ക്യാരറ്റ് ജ്യൂസ്, വെറൈറ്റി ജ്യൂസ് ഐറ്റംസ് ആണ്. പൈനാപ്പിൾ ആൻഡ് ബീട്രൂട്ട് ജ്യൂസ്. അടുത്ത ഇങ്ങോട്ട് വരുമ്പോ എന്താണ് ഇത് സംഭവം? ഫ്രൂട്ട് കസ്റ്റേർഡ്, വാട്ടർമെലൺ ജ്യൂസ്. ഓക്കെ, ഇത്രയും ഐറ്റംസ് ആണ് ഇവിടെ കുട്ടികൾ ഒരുക്കിയിരിക്കുന്നത്, 7ാം ക്ലാസ്സിലെ കുട്ടികൾ. ഇവിടേക്ക് വരുമ്പോൾ നമ്മുടെ ക്യാരറ്റ് ജ്യൂസ്, അതുപോലെ അവൽ ജ്യൂസ്, ഇത്രയും ഐറ്റംസ് ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇതെന്താ സംഭവം? അതിന്റെ ഇൻഗ്രീഡിയൻസാ? ഓക്കെ. ബിറ്റർ ഗാർഡ് ജ്യൂസോ? ഓക്കെ. ബീട്രൂട്ട് ജ്യൂസ്. ഇത്രയും സാധനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അടുത്ത ഇങ്ങോട്ട് വരുമ്പോൾ എന്താ സംഭവം? ശംഖുപുഷ്പം, നാരങ്ങ കൊണ്ടുള്ള ഓറഞ്ച്, വെറൈറ്റി ജ്യൂസുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതാണ് നമ്മുടെ 7ാം ക്ലാസ്സിന്റെ ക്ലാസ് ടീച്ചർ, ശാലു ടീച്ചറുടെ നേതൃത്വത്തിലാണ് 7ാം ക്ലാസ്സിൽ ഈ ഒരു ഫെസ്റ്റ് ഇവിടെ ഈ ക്ലാസ്സിൽ ഒരുക്കിയിരിക്കുന്നത്. വളരെ ഗംഭീരമായിട്ടുണ്ട്. അഭിനന്ദനങ്ങൾ. മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അമ്മമാരെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഒരു പഴയകാല അങ്ങാടിയുടെ പുനരാവിഷ്കാരവുമായിട്ടാണ് ഈ പൈതൃക പരിപാടിയുടെ അവസാന ഘട്ടത്തിൽ കടക്കാരനും കുളികളവും ഒപ്പം കോളേജ് കുമാരിമാരും നമ്മൾ എല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള ശ്രീ പ്രേം നസീർ, അദ്ദേഹത്തെ ഓർമ്മ വരുന്ന രീതിയിലാണ്. ഇലയട, അതുപോലെ ബൾബറി, ഷുഗറും കൊണ്ടുള്ള ചീര, പയർ വിഴുക്ക് വരട്ടി, പിന്നെ ആവിക്കുഴക്കട്ട, തേങ്ങാപ്പാൽ കുഴക്കട്ട, ഇങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അടുത്തായിട്ട് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി, ചേമ്പല തോരൻ, മുറുക്ക്
ഇലയടാ ഇല. ഇതെന്താ സംഭവം? കുഴക്കട്ടയാണ്, വെറൈറ്റി കുഴക്കട്ട, പല പല കളറിലുള്ള കുഴക്കട്ടയാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതെന്താ സംഭവം? അത് ക്യാരറ്റ്, ഉരുളൻകിഴങ്ങ് മെഴുക്ക് പുരട്ടിയാണ്, പപ്പായ മെഴുക്ക് പുരട്ടി, ചേമ്പില തോരൻ. ഇത്രയും ഐറ്റംസ് ആണ് ഇവിടെ ഈ രക്ഷാകർത്താക്കൾ ഒരുക്കിയിട്ടുള്ളത്. ഈ സ്കൂള് മുഴുവൻ കളർഫുൾ കാഴ്ചകളാണ്. തൃക്കണ്ണാപുരം സെന്റ് മിൽഡ്രസ് UPS സ്കൂളിന്റെ ചുമതലയുള്ള നമ്മുടെ സ്കൂളിന്റെ ഏറെ പ്രിയങ്കരനായിട്ടുള്ള HM ആണ് നമ്മോടൊപ്പം ചേരുന്നത്. 100 വർഷത്തിലധികം പഴക്കമുള്ള ഒരു വിദ്യാലയമാണ് തൃക്കണ്ണാപുരം SM UPS. നിരവധി തലമുറകൾ ഇവിടെ നിന്ന് വിദ്യ അഭ്യസിച്ച് സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലേക്ക്, വിവിധ മേഖലകളിലേക്ക് കടന്നുപോയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ പ്രദേശത്തു തന്നെ ഇത്രയധികം പഴക്കമുള്ള, ഇത്രയധികം തലമുറകൾ വിദ്യ അഭ്യസിച്ച് കടന്നുപോയ മറ്റൊരു വിദ്യാലയം ഉണ്ടാവില്ല. ആ വിദ്യാലയം ഇന്ന് ഈ അധ്യയന വർഷത്തിൽ ഇന്ന് ഒരു നാടൻ ഭക്ഷ്യമേള, പൈതൃകം എന്ന പേരിട്ടിരിക്കുന്ന ഒരു നാടിന്റെ സാംസ്കാരികതയിലേക്ക്, സംസ്കാരത്തിലേക്ക് ഒരു യാത്ര എന്ന പേരിൽ ഒരു നാടൻ ഭക്ഷ്യമേളയും നമ്മുടെ പഴമയുടെ രുചി തേടിയുള്ള ഒരു യാത്രയും നടത്തുകയാണ്. അങ്ങനൊരു പ്രോഗ്രാം ഇന്ന് സംഘടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ദിവസത്തിന്റെ ഒരു ആഘോഷത്തിലും ആഹ്ലാദത്തിലുമാണ് കുട്ടികളും അധ്യാപകരും എല്ലാവരും. ഇതിനൊരു ഇരട്ടി മധുരം കൂടി ഇന്ന് നമുക്കുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായി കടക്കൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ചടയമംഗലം സബ് ജില്ലാതല സ്കൂൾ കലോത്സവത്തില് പ്രൈമറി വിഭാഗത്തിലെ 50-ൽ പരം വിദ്യാലയങ്ങളുമായി മത്സരിച്ചുകൊണ്ട് ഒരുപക്ഷെ വലിയ പോരാട്ടം തന്നെ കാഴ്ചവെച്ച് നമ്മുടെ വിദ്യാർത്ഥികൾ സംസ്കൃത വിഭാഗത്തില് UP വിഭാഗത്തിന്റെ സംസ്കൃതോത്സവത്തില് 2nd ഓവറോൾ സ്ഥാനം കരസ്ഥമാക്കുകയുണ്ടായി എന്നുള്ളൊരു സന്തോഷം കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഒരുപക്ഷെ കാലാകാലങ്ങളിലായി ഇവിടുത്തെ വിദ്യാലയത്തിൽ കടന്നുപോയിട്ടുള്ള വിദ്യാർത്ഥികള് എല്ലാ മേഖലയിലും, എല്ലാ തലത്തിലുമുള്ള കഴിവുകൾ കൊണ്ട് സമ്പന്നരായിട്ടുള്ള, സമൃദ്ധമായ കഴിവുകളുള്ള നിരവധി തലമുറകളിലാണ് ഇന്ന് കടന്നുപോയിട്ടുള്ളത്. ആ പാത പിന്തുടർന്നുകൊണ്ട് തന്നെ ഈ വർഷത്തെ നമ്മുടെ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ നേടിയ ഈ ഒരു നേട്ടം കൂടി, ഈ ഒരു സന്തോഷം കൂടി ഈ അവസരത്തിൽ ഞാൻ ഇതിനോടൊപ്പം ചേർത്ത് വെക്കുകയും നിങ്ങളെ അറിയിക്കുകയും ചെയ്യാം. പഴയകാല കാഴ്ചകൾ ഒരിക്കൽ കൂടി കാണുന്നതിന് വേണ്ടിയിട്ട് വിദ്യാർത്ഥികളെ സഹായിച്ചുകൊണ്ട് അധ്യാപകരും കൂടി മുൻപന്തിയിൽ നിന്നുകൊണ്ട് പഴയകാല ആ ഒരു ചന്തയിലെ ഒരു കാഴ്ച, പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്ന മൺമറഞ്ഞു പോയ ആ പഴയ കാഴ്ചകൾ വീണ്ടും ഈ സ്കൂൾ അങ്കണത്തിൽ ഒരുങ്ങുകയാണ്. ആ ഒരു പഴയ കാലഘട്ടം, പണ്ട് കാലത്തൊക്കെ കാക്കാത്തിമാരൊക്കെ നമ്മുടെ വീടുകളിലെ നിത്യ സന്ദർശകരായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ വളരെ ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു കാക്കാത്തി നമ്മുടെ മുൻപിൽ ഇരിപ്പുണ്ട്. ഈ തത്ത സംസാരിക്കൂല. മോളെ പേരെന്താ? സൗപർണിക കാക്കാത്തിയാണ് ഇവിടെ ഇരിക്കുന്നത്. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത്? 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു മിടുക്കിയായിട്ടുള്ള സൗപർണികയാണ് ഇവിടെ കാക്കാത്തിയായിട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ രൂപ ടീച്ചറും അതുപോലെ നമ്മുടെ HM സുമിത് സാറും ഒക്കെ അഹോരാത്രം പ്രവർത്തിക്കൊണ്ട് വളരെയേറെ കഷ്ടപ്പെട്ട് അദ്ദേഹം ഭക്ഷണത്തിന്റെ പുറകെ പോകാതെ, വെള്ളം കുടിക്കാതെ രാവിലെ മുതൽ ഈ ഒരു കാര്യത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയകാല ഗ്രാമീണ കാഴ്ചകൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ റേഡിയോ, അതുപോലെ നമ്മുടെ എവറഡിയുടെ ടോർച്ചുണ്ട്. ഇത് നാഴി, പിന്നെ വലിയ തവി, പിന്നെ പഴയ ചിമ്മിനി വിളക്ക്. മോന്റെ പേരെന്താ? ഷഹബാൻ. എത്രയാണ് പഠിക്കുന്നത്? 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഷഹബാനാണ് ഇങ്ങനെ ഒരു പഴയകാല കാഴ്ചയൊരുക്കി നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. പിന്നെ അതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പഴയ കാലത്തെ ഇസ്തിരിപ്പെട്ടി, നമ്മൾ ഈ ചിരട്ടക്കരിയൊക്കെ ഉപയോഗിച്ച് നമ്മളെ വീടുകളിൽ വസ്ത്രങ്ങൾ അലക്കി തേച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നീട് അത് വീടുകൾ തോറും വന്ന്
ഇസ്തിരി ഇട്ട് കൊടുക്കുന്ന ആ ഒരു കാലത്തിലേക്ക് മാറി. എന്നാൽ അതിന്റെ ആ ഒരു പഴമ ഒട്ടും ചോരാതെ തന്നെ അതിവിടെ റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7-ല്. രണ്ടുപേര്. പേരെന്താ? കാശിനാഥ്, അശ്വന്ത് രാജ്. കാശിനാഥും അശ്വന്ത് രാജും 7ാം ക്ലാസ്സിലെ 2 വിദ്യാർത്ഥികളാണ്. അവരാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള ഒരു പഴയകാല കാഴ്ച ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പണ്ട് കോളേജിലും സ്കൂളുകളിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കലാരൂപമാണ് ഈ പൂവാലന്മാർ എന്ന് പറയുന്ന ഒരു ഐറ്റം. ആ പൂവാലന്മാരെ റീക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ 3 മിടുക്കന്മാർ ഇവിടെ നിൽപ്പുണ്ട്. അവരെ കണ്ടാലും ഒരു പൂവാലന്റെ ലുക്കുണ്ട്. ഇനിയിപ്പോ അങ്ങോട്ട് എത്രാം ക്ലാസ് പഠിക്കുന്നേ? 7-ൽ പഠിക്കുകയാണ്. പേരുകളെന്ന് പറയോ? അഭിരാം, ഷാരോൺ നമ്മുടെ 7ാം ക്ലാസ്സിലെ ശാലു ടീച്ചറുടെ ക്ലാസ് ടീച്ചറുടെ മോനാണ്. ഷാരോണും ഈ ഒരു കാര്യത്തിൽ ഒട്ടും പുറകിലല്ല. അപ്പൊ അതുപോലെ പൂവാലന്മാർ മാത്രം പോരല്ലോ, പൂവാലികളും വേണം. അങ്ങനെ 3 പൂവാലികൾ ഇവിടെ വന്നിട്ടുണ്ട്. അവരുടെ പേരുടെ ചോദിക്കാം. എന്താ പേര്? പാർവതി. ആ പോയാള്? അനാമിക, സഫ. ഇവര് 3 പേരും 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനികളാണ്. അപ്പൊ പഴയകാല ഒരു ഗ്രാമീണ കാഴ്ചകളൊക്കെ തന്നെയാണ് നമ്മുടെ ഈ സ്കൂൾ അങ്കണത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പഴയകാല എന്താ പറയാ, ശീമ നെല്ലിക്ക, നമ്മുടെ നാട്ടിൻ പുറത്തെ നാടൻ നെല്ലിക്കയാണ്. പിന്നെ വഴുതണങ്ങ, ഉരുളൻകിഴങ്ങ്, ബീട്രൂട്ട്, അതെന്താ സംഭവം? അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ വട്ടി, കുട്ട, മുറം, ഇങ്ങനെയുള്ള ഐറ്റംസ് നമ്മുടെ ചന്തയിലൊക്കെ കാണുന്ന കാഴ്ചകൾ ഇപ്പോൾ പല സ്ഥലങ്ങളിലും കാണാനില്ല. അങ്ങനെയുള്ള പഴയ കാല കാഴ്ചകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പഴയകാല ചായക്കടയുടെ ചെറിയ ഒരു രൂപം ഇവിടെ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. നമ്മുടെ ഉത്സവ പറമ്പുകളിൽ ചെന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ മുമ്പ് ഉണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ ഇപ്പോഴും ചിലയിടങ്ങളിലൊക്കെ കാണാറുണ്ട്. പേരെന്തോ? ദിൽശാന്ത്. എത്രാം ക്ലാസ് പഠിക്കുന്നു? 7-ല്. അജാസ് 7-ലാണോ? 3-ല്. ഓക്കെ. 7ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 മിടുക്കന്മാരാണ്. നമ്മുടെ ഇവിടെ ഒരു മീൻ കച്ചവടക്കാരനെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഇന്ന് എന്തൊക്കെ മീനുള്ളേ? ചൂരയും ചാളയൊക്കെ ഉണ്ടോ? പേരെന്താ? പേര് ഷെഫീഖ്. എവിടെ സ്ഥലം? എവിടാ? മുതയിൽ. എത്രാം ക്ലാസ് പഠിക്കുന്ന? 3-ൽ പഠിക്കുന്ന ഷെഫീഖാണ് ഇവിടെ മീൻ കച്ചവടത്തിന് എത്തിയിരിക്കുന്നത്. അടുത്ത നമ്മുടെ ഒരു കൊച്ചു കൂട്ടുകാരൻ ഇവിടെ ഉണ്ട്, കർഷകൻ. കർഷകന്റെ പേരെന്ന് പറയൂ? നിജാസ്. എത്രാം ക്ലാസ് പഠിക്കുന്ന? 3ാം ക്ലാസ് പഠിക്കുന്ന നിജാസ് ആണ് ഇവിടെ കർഷകനായിട്ട് എത്തിയിരിക്കുന്നത്. നല്ല രീതിയിൽ കൈനോട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കൈ നോക്കുന്ന ആളുടെ പേരെന്ന് പറയൂ? കൈ നോക്കാനിരിക്കുന്ന ആള് സൗപർണിക, നമ്മുടെ കാക്കാത്തിയാണ്. കാക്കാത്തിയുടെ അടുത്ത് കൈ നോക്കാനിരിക്കുന്നത്. ഈ വർഷമെങ്കിലും ഒന്ന് ജയിച്ച് കിട്ടുമോ എന്നാണ് നമ്മുടെ വന്നിരിക്കുന്ന ആ കൈ നോക്കാൻ വന്ന ആളെ ചോദിക്കുന്നത്. ഈ വർഷം ഞാൻ എത്ര മാർക്കോടെ പാസ്സാവും എന്നാണ് അവർക്ക് അറിയേണ്ടത്. വളരെ ഒരു തിരക്ക് പിടിച്ച ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഉള്ളത്. വളരെ ഒരു തിരക്ക് പിടിച്ച ഒരു ഇത് സമയമാണ്. ഏകദേശം നമ്മുടെ ആ ഒരു പഴയ കാലത്തെ ഒരു നിക്കർ പോലീസിനെ നമുക്ക് കാണാൻ പറ്റും. പണ്ട് കാലത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള നിക്കർ പോലീസ് ഇപ്പോൾ അന്യം നിന്ന് പോയ ആ നിക്കർ പോലീസിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. മോന്റെ പേരെന്താ? റാഫത്ത്. എത്ര ക്ലാസ് പഠിക്കാം? 6-ൽ പഠിക്കുന്നു. അപ്പോൾ പഴയ ഒരു നിക്കർ പോലീസ് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ നിന്ന് അനാഥമായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പഴയ കാഴ്ചകളിലേക്കാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു സംഭവം അണിയിച്ചൊരുക്കിയ അധ്യാപകർക്കും അതുപോലെ തന്നെ രക്ഷകർത്താക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഒരു ബിഗ് സല്യൂട്ട് തന്നെ നൽകേണ്ടതുണ്ട്. ഇന്നത്തെ നമ്മുടെ തൃക്കണ്ണാപുരം സെന്റ് മിൽഡ്രസ് UPSന്റെ ഈ വളരെ മനോഹരമായിട്ടുള്ള ഒരു ആഘോഷം എന്ന് തന്നെ പറയാം. പാചക മത്സരവും അതുപോലെ കുട്ടികളുടെ വിവിധ ഇനം ഭക്ഷ്യ വിഭവങ്ങളുടെ ഒക്കെ നമ്മുടെ എന്താ പറയാ, അതിന്റെ ഒരു മേള തന്നെ എന്ന് പറയേണ്ടി വരും. കാരണം അത്രയധികം ഗംഭീരമായിട്ടുള്ള ഭക്ഷ്യ വസ്തുക്കളാണ് ഇവിടെ ഓരോ കുട്ടികളും കൊണ്ടുവന്നത്. ഏറെക്കുറെയൊക്കെ ഞാൻ കഴിച്ചു നോക്കി, പക്ഷേ ഇനി വയറിൽ സ്ഥലമില്ല.
അതുകൊണ്ട് തൽക്കാലം ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സാക്ഷി ടിവിക്ക് വേണ്ടി ഉണ്ണികൃഷ്ണൻ കടയ്ക്കൽ. അപ്പോൾ ഇനി വരുന്ന നല്ലൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം എന്ന വിശ്വാസത്തോടുകൂടി നന്ദി, നമസ്കാരം.